السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ യോഗാധ്യക്ഷൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂർ സാഹിബ് അവർകളെ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാന്യനായ ഫൈസൽ മൗലവി, ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക ലോകം അനവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധികളോട് പ്രമാണപരമായും മൗലികമായും പ്രതികരിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ലോകത്തുടനീളം ഇസ്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ശുദ്ധഗതിക്കാരായ ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. സ്വാഭാവികമായും ഒരു വിവരണം അനിവാര്യമാണ്, സമയത്തിന്റെ കുറവുണ്ടെങ്കിലും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഈ തൊട്ടടുത്തൊരു ശ്മശാനമുള്ള നമ്മുടെ പള്ളിയുണ്ട്. എത്ര മയ്യത്തുകളാണ് ഓരോ ദിവസവും നമ്മൾ കൊണ്ടുപോയി അവിടെ പള്ളിക്കാട്ടിൽ കബറടക്കം ചെയ്ത് തിരിച്ചു പോരുന്നത്. അവിടെ മയ്യത്ത് കബറടക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കണേ എന്നാണ്. സ്വർഗത്തിലെത്തണം എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. നരകത്തിന്റെ അവകാശികളാകരുത് എന്ന് നമ്മളൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സൂക്ഷ്മമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾ ഒളു എടുക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം എല്ലാവരും. നമ്മുടെ പരലോകത്തിന്റെ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഒളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ നരിയാണിയുടെ ഭാഗത്ത് ഒരു നഖത്തിന്റെ വലുപ്പത്തിൽ നനഞ്ഞില്ല, വെള്ളം തട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കി. ശാഖാപരമല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചില്ല. അങ്ങനെ ഒരു നഖത്തിന്റെ വലുപ്പത്തിൽ നനയാതെ പള്ളിയിലേക്ക് കയറിപ്പോകുന്ന മനുഷ്യനോട് പറഞ്ഞു, വൈലുല്ലിൽ അഖാബി മിനന്നാർ, മടമ്പിന്റെ ആളുകൾ നരകത്തിലാണ്, ആ നനയാത്ത ഭാഗം നരകത്തിലാണ്. പ്രവാചകനാണ് പറയുന്നത്, ഞാനും നിങ്ങളുമല്ല. വഹിയുള്ള റസൂലുള്ളയാണ് പറയുന്നത്. സ്വർഗനരകങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാൻ വന്ന പ്രവാചകനാണ് പറയുന്നത്. ഒരു നഖത്തിന്റെ വലുപ്പത്തിൽ വെള്ളം നനഞ്ഞില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? വേണമെങ്കിൽ ചോദിക്കാം. അവന്റെ മനസ്സിന്റെ ഭക്തിയല്ലേ പരിഗണിക്കേണ്ടത്. അവൻ എന്ത് ചെയ്യാനാ നരയാണ്ട ഭാഗം നനഞ്ഞില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷെ ഹബീബായ റസൂലുള്ളയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നഖത്തിന്റെ വലുപ്പത്തിൽ നനയാത്തതുവരെ നരകവുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏതൊരു വിഷയവും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ഖുർആനിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 159-ാമത്തെ വചനം, 2-ാം അധ്യായം, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. ശ്രദ്ധിച്ചു കേൾക്കണം ഇതിന്റെ ഒക്കെ അർത്ഥം. ഒരു വാശിയും വക്കാണവും വയക്കും ഒന്നുമില്ല. വ്യക്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെ ഒന്നും ഇവിടെ വ്യക്തിപരമായി പരാമർശിക്കുന്നില്ല. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ പറയുകയാണ്, നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ നാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ട് അത് മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിലുള്ള ചെറുതാകട്ടെ വലുതാവട്ടെ ഏതൊരു കാര്യവും അത് മറച്ചു വെച്ചാൽ അള്ളാഹു അവരെ ശപിക്കുന്നതാണ്. തീർന്നില്ല, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ശാപം, കോടിക്കണക്കിന് മാലാകമാരുടെ ശാപം ആർക്ക്? അള്ളാഹ് പഠിപ്പിച്ച ദീനിനെ 2 കൊല്ലത്തേക്ക് മറച്ചു വെക്കാനാണ് ഇവിടെ തീരുമാനം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ സ്റ്റേജ് കെട്ടിയത്. 2 വർഷം ഇനി മിണ്ടരുത്. എന്തു മിണ്ടരുത്? ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങൾ മിണ്ടരുത്. വ്യത്യസ്തമായ ദീനീ വിഷയങ്ങളിൽ മറച്ചു വെക്കണമെന്നാണ് പറയുന്നത്.
അതുകൊണ്ടാണ് ഖുർആനിന്റെ വചനം ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അള്ളാഹ് അവതരിപ്പിച്ച ദീൻ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. വിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായം 44-45 വചനങ്ങളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹ് പറയാത്തത് അള്ളാഹുവിന്റെ പേരിൽ ഒരൊറ്റ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ അള്ളാഹുവിന്റെ വലത് കൈകൊണ്ട് റസൂലുള്ളാഹിന്റെ കൊരവള്ളി പൊട്ടിച്ചു കളയുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിന്റെ പേരിൽ ഒരു വാചകം പറഞ്ഞാൽ കൊരവള്ളി പൊട്ടിച്ചു കളയും. അപ്പൊ അള്ളാഹിന്റെ റസൂല് വഹിയായി ജിബ്രീലിൽ നിന്ന് ഏറ്റുവാങ്ങി വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സൂറത്ത് നജ്മിലെ 3-4 വചനമാണ്. റസൂലിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വഹിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 80-ാമത്തെ വചനം അതിൽ പറയുന്നത് മൻ യുതിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അടിവരയിടേണ്ടതാണ്. അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വചനമാണ്. ആ വചനത്തിന്റെ അർത്ഥം എന്താ? 4-ാം അധ്യായം 80-ാമത്തെ വചനം. ആർ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹിനെ അനുസരിച്ചു. എന്നിട്ട് പറയണം ഫൈൻ തവല്ലൗ, അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവരുടെ സംരക്ഷണം താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല, അവരുടെ ചുമതല താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിക്കലാണ്. റസൂലിന്റെ ഒരു വചനത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ നിഷേധിക്കലാണ്. അത് കുഫ്റാണ്, നരകത്തിലാണ് ചെന്നെത്തുക. അതുകൊണ്ടാണ് ഇത് ഗൗരവമാകുന്നത്. ബാപ്പയും ഉമ്മയും മക്കളും കുടുംബവും നമുക്ക് വിഷയമല്ലാത്ത എന്തുകൊണ്ടാണ്? അത് ഗൗരവമായി അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഖുർആനിക വചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹ് വിശദീകരിച്ചു മതത്തിലൂടെ. അത് 2 കൊല്ലം മൂടി വെക്കണമെന്ന് പറയുന്നു. അബ്ദുറഹ്മാൻ സലഫി പറയുന്നു, അലി മദനി പറയുന്നു. 2 പേരുടെ ക്ലിപ്പും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സത്യല്ലേ? സത്യല്ലേ? ഇത് അവരോടുള്ള സ്നേഹ പറയണേ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും മൗലിയാ ബഅദിൻ. ഖുർആനിലെ 9-ാം അധ്യായം 71-ാമത്തെ വചന. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സത്യവിശ്വാസിയായ പുരുഷനും സത്യവിശ്വാസിയായ സ്ത്രീയും അവർ പരസ്പര മിത്രങ്ങളാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഫൈസൽ മൗലവിക്ക് ഒരു തെറ്റുപറ്റിയാൽ ഞാൻ പറയണം, എനിക്കൊരു തെറ്റുപറ്റിയ അദ്ദേഹം പറയണം. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തണം. അതാണ് മതം. എന്നിട്ട് ഖുർആൻ പറയണത് എന്താണെന്നറിയോ? ഒരു കാര്യം ബോധ്യപ്പെട്ട മനസ്സിൽ വെച്ചാ പോരാ. അത് ഞങ്ങൾ തീരുമാനിച്ചു, അത് ഞങ്ങൾ പൂട്ടി വെച്ചിട്ടുണ്ട്, 2 കൊല്ലം കഴിഞ്ഞിട്ട് പറയാന്നുള്ളൊരു മതമില്ല ലോകത്ത്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് ഗൗരവമായി അറിയാനാണ്. തൊട്ട് അതിന്റെ താഴെ പറയാൻ അള്ളാഹ് അവതരിപ്പിച്ചത് മൂടി വെച്ചാൽ അള്ളാഹ് ശപിക്കും, കോടിക്കോടി മലക്കുകളെ ശപിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണെന്ത്? ആ ശാപമില്ലാതാകണമെങ്കിൽ അയാൾ ആ തെറ്റിൽ നിന്ന് വിരമിച്ച് എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹി വഅന തവ്വാബുർ റഹീം. നാമൊക്കെ പറയുന്നത് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, സുന്നത്തിന്റെ ആളുകളാണ്. എന്താ അള്ളാഹ് പറയുന്നത്? മൂടി വെച്ച കാര്യം. ഏത് സിഹ്റിന് നേരത്തെ പറഞ്ഞു യാഥാർത്ഥ്യമുണ്ടോ? അത് മറച്ചു വെച്ചിരിക്കുന്നു. അള്ളാഹ് പറയണെന്ത്? അങ്ങനെ മറച്ചു വെച്ച ഒരാള് പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കുകയും വേണം. സൂറത്ത് ബഖറയിലെ 160-ാമത്തെ വചനത്തിനാണ് അർത്ഥം പറയുന്നത്. അതിൽ പറയുന്നത് നിലപാട് നന്നാക്കണം. അതായത് കഴിഞ്ഞ ആഴ്ച വരെ ശബാബിൽ സീർ ഫലിക്കുന്നു വിശ്വസിച്ച ശിർക്കാണെന്ന് പറയുന്നു. ആ കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കണം. എന്ത് വ്യക്തമാക്കണം? ഇന്നലെ വരെ സിഹ്റിന് യാഥാർത്ഥ്യമില്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, എന്നാൽ പ്രമാണമനുസരിച്ച് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്നവർ നിലപാട് വ്യക്താക്കണം. എങ്ങനെ വ്യക്താക്കണം? ഏതൊരു സദസ്സിന്റെ മുമ്പിലാണോ അവർ പറഞ്ഞത് അവരോട് പറയണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒതു പഠിപ്പിച്ചപ്പോ ബെർലിനിലൂടെ കൈ വെള്ളം എത്തിച്ച് കഴുകേണ്ടതില്ല എന്ന് ആദ്യം പഠിപ്പിച്ചു, കിട്ടിയ തെളിവനുസരിച്ച്. പക്ഷെ വിരൽ ഭാഗത്തൊക്കെ വിരലിന്റെ ഇടുക്കിലൊക്കെ വെള്ളെത്തണം എന്ന ഇസ്ലാമിന്റെ പ്രമാണം അദ്ദേഹത്തിന് കിട്ടിയപ്പോ ജനങ്ങളെ വിളിച്ചു വരുത്തി. ഞാൻ ഇങ്ങനെയായിരുന്നു നിങ്ങളോട് പറഞ്ഞത്, അത് ഞാൻ തിരുത്തിയിരിക്കുന്നു, ഇങ്ങനെയാണ്. അത് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസാണ് എന്ത്? മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു ഹദീസിന്റെ ചെറിയൊരു ഭാഗമാണ്. ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ ഖിയാമത്ത് നാളിൽ, ഞാൻ ഈ സദസ്സിൽ ഒരാളെ ന്യൂനത എനിക്കറിയാമെന്ന് വിചാരിക്കുക, അല്ലെ എന്റെ ന്യൂനത ഒരാൾക്കറിയാമെന്ന് വിചാരിക്കുക, ആ ന്യൂനത അയാളെ മറച്ചു വെക്കണം. ആ മറച്ചു വെച്ചാലാണ് കൂലി. ഖിയാമത്ത് നാളിൽ അയാളെ ന്യൂനത അല്ലാഹ് മറച്ചു വെക്കും. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പറന്തങ്ങളെ കാക്കണേ എന്ന് വിളിക്കാം എന്നൊരാൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മൂടി വെക്കാനല്ല അല്ലാഹ് നമ്മളോട് പറഞ്ഞത്. അത് മൂടി വെക്കാനല്ല, ദീനി കാര്യം മൂടി വെക്കല്ല വേണ്ടത്. ഇയാൾക്ക് ഇന്നൊരു നിലപാടുണ്ട്, അത് അപകടമാണ്.
എന്ന് പറയൽ. കാരണം അയാളുടെ കൂടെ കൂടുന്നവർ ദീനല്ലാത്തൊരു കാര്യം അയാൾ പഠിക്കും, അങ്ങനെ അതനുസരിച്ച് അവർ ജീവിക്കും, അവസാനം വരെ നരകാവകാശികളാകും. അതുണ്ടാകാൻ പാടില്ല. ആയത്തിന്റെ ബാക്കി ഭാഗം കേട്ടോളൂ. അള്ളാഹ് പറയാണ്, എന്റെ നിലപാട് ജിന്നിനെ വിളിക്കാമെന്നായിരുന്നു എന്ന് വിചാരിക്കുക, എനിക്ക് മനസ്സിലായി വിളിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് വേണം? ഇല്ലല്ലദീന താബു വസ്ലഹു വബയ്യനു. മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി ചെയ്യണം. എന്റെ നിലപാട് ജിന്നിനെ വിളിക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാനത് പറയുന്നില്ല, എനിക്ക് മനസ്സിലായി എന്ന് നിലപാട് വ്യക്താക്കുക മാത്രമല്ല, ഞാനത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും വേണം. അള്ളാഹ് പറയാൻ, പശ്ചാത്തപിച്ചാൽ മാത്രം പോരാ, നിലപാട് നന്നാക്കിയാൽ മാത്രം പോരാ. ഞങ്ങളുടെ വിശ്വാസം ശബാബിൽ ഇന്നതായിരുന്നു എഴുതിയത്, അൽമനാറിൽ ഇന്നതായിരുന്നു എഴുതിയത്, അതിതാ ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാൻ 135-ാമത്തെ വചനത്തിൽ പറയുന്നെന്താ? ഒരു തെറ്റ് പറ്റിയാൽ അല്ലാഹ് പറയാണ്, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല വിശ്വാസി. ഒരു യഥാർത്ഥ വിശ്വാസി ദാ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് അവന്റെ മേന്മയാണെന്ന് അല്ലാഹ് പറയുന്നത്. അപ്പോഴാണ് അവൻ ശരിക്കും വിശ്വാസിയാകുക, അത് മൂടി വെക്കുമ്പോഴല്ല. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ ഉണ്ടായ ഐക്യത്തെയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രമാണത്തിൽ ഉൾക്കൊണ്ട ഐക്യം ഉണ്ടായില്ലല്ലോ എന്നാ ഞങ്ങളുടെ ദുഃഖം. അങ്ങനെ ഉണ്ടായാലേ അത് ശാശ്വതമായ ഐക്യമാകൂ. ഞാൻ ഉദാഹരണം പറയാം, ലളിതമായ ഉദാഹരണം പറയാം. അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ എതിർത്തു നിന്നിട്ടുണ്ട്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബിയും അബൂ സുഫിയാനും തമ്മിൽ പിന്നെ അകലമില്ലാതായി. അവരുടെ മനസ്സ് ഒരേ ആശയത്തിൽ വന്നു. പിന്നെ എതിർപ്പിന്റെ കാര്യമല്ല, ആശയം എന്ന് പറയുന്ന അങ്ങനെയാണ്. നിങ്ങൾ നോക്കി, ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം ബാപ്പാനെ വിളിക്കുന്നത് യാ ബത്തി എന്നാണ്. യാ ബത്തി യാ ബത്തി യാ ബത്തി. 19-ാം അധ്യായം സൂറത്ത് മറിയം 42 മുതലുള്ള 49 വരെയുള്ള വചനം. യാബത്തി യാബത്തി എന്ന് പറഞ്ഞു. ഉപ്പ ഒരിക്കലും നന്നാവില്ല എന്ന് ബോധ്യപ്പെട്ടു. ഉപ്പ ശിർക്കിലാണെന്ന് ബോധ്യപ്പെട്ടു. ഉപ്പാന്റെ കൂടെ ഉള്ളവർ ശിർക്കിലാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഇബ്രാഹിം നബി പറയുന്നെന്താ? ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് മാതൃകയുണ്ട്. എന്താ മാതൃക? നിലപാട് വ്യക്തമാക്കാതിരുന്നതാണോ? അല്ല. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഅ്ലാഹു അബദാ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദാ. അതായത് ഉപ്പാന്റെ കൂടുള്ളവരോട് ഇബ്രാഹിം നബിയും കൂടുള്ളവരും പറയാണെന്ത്? നിങ്ങളും ഞങ്ങളും തമ്മിൽ ഇപ്പൊ രണ്ട് ആദർശത്തിലാണ്. ഞങ്ങളുടെ ആദർശം ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദർശം. നിങ്ങളുടെ ആദർശമാകട്ടെ സൃഷ്ടിയെ ആരാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ ഈ ആദർശത്തിന്റെ പേരിൽ ഉപ്പാന്റെ കൂടെ നിൽക്കുന്നവരും എന്റെ കൂടെ നിൽക്കുന്നവരും, ഞാനും എന്റെ കൂടെ നിൽക്കുന്നവരും ഉപ്പ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും തമ്മിൽ രണ്ടാശയത്തിലാണ്. അതുകൊണ്ട് തന്നെ ആശയത്തിന്റെ പേരിൽ നമ്മൾക്ക് വിരോധമുണ്ട്, നമുക്കിടയിൽ ശത്രുതയുണ്ട്, നമുക്കിടയിൽ അകലമുണ്ട്. പക്ഷെ ഉപ്പ ആ അകലം ഇല്ലാതാകും എപ്പോ നിങ്ങൾ അതേ ആദർശം വെച്ച് പുലർത്തി ഞാൻ നിങ്ങളോടൊപ്പം അങ്ങനെ നമ്മൾ ഐക്യപ്പെടുക അല്ല. ഉപ്പ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദാ. ഉപ്പ ഈ ശത്രുത അവസാനിക്കും നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന ഒറ്റ ആദർശത്തിന്റെ വക്താക്കൾ നമ്മളായാൽ. അപ്പൊ നിങ്ങൾ നോക്കൂ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ആദർശത്തിൽ രണ്ടാണ്. അതുകൊണ്ട് അവർ എല്ലാ അർത്ഥത്തിലും അകലത്തിലാണ്. ആദർശം ഒന്നായാലോ അവരൊന്നാവും. ലോക ചരിത്രത്തിൽ അങ്ങനെയാണ്. എല്ലാവർക്കും അറിയാം, ബാപ്പ അബൂജഹലിനെതിരെയായിരുന്നു ഇക്രിമ, അബൂജഹലിന്റെ കൂടെയായിരുന്നു ഇക്രിമ. അന്ന് അവർ ശിർക്കിൽ ഒറ്റക്കെട്ടായിരുന്നു, ഒറ്റ മനസ്സായിരുന്നു. പക്ഷേ തൗഹീദ് സ്വീകരിച്ചവർ രണ്ടായി. സുഹൈൽ ഇബ്നു അംറിന്റെ മകൻ അബൂജന്ദൽ ബാപ്പാന്റെ കൂടെയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോ ബാപ്പ കരണക്കുട്ടിക്ക് അടിച്ചു. എന്താ കാരണം? രണ്ടാദർശം അവരെ രണ്ടാക്കി. ബാപ്പാന്റെ ബീജത്ത് പിറന്ന മോന. നോക്കൂ, ഫിറൗനിന്റെ കൊട്ടാരത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നവളാണ് ആസിയ ബീവി. ആലോചിച്ചു നോക്കൂ, ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. അതേ ആസിയ ബീവി തൗഹീദ് സ്വീകരിച്ചപ്പോ ഭർത്താവിന്റെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാൻ. എന്നിട്ട് അവരുടെ പ്രാർത്ഥന എന്താ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അപ്പൊ അവിടെ ഫിറൗനെ ലാലിമായി കണ്ടു. ഫിറൗന്റെ കിരാത പ്രവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഫിറൗനെതിരെ പ്രാർത്ഥിച്ചു. അതുവരെ ഫിറൗന്റെ കൂടെ ഒറ്റക്കെട്ടായിരുന്നു, ശിർക്കിലും കുഫറിലും. പക്ഷെ തൗഹീദ് സ്വീകരിച്ചപ്പോ സുഹൃത്തുക്കളെ മാറ്റമുണ്ടായി. നമ്മൾ പറയുന്നത് എന്താണ്? ഹദീസ് നിഷേധിക്കുന്ന ഒരു വിഭാഗവും ഹദീസ് അംഗീകരിക്കുന്നവർ ഒറ്റക്കെട്ടാവോ? രണ്ടാളും ഒന്നിച്ചിരിക്കുന്നിടത്ത് ഒരു ചോദ്യം ചോദിച്ചു. ബഹുമാനനായ ഹനീഫ് കായക്കൊടി ചോദിക്കുകയാണ്,
ഈ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലാണ് നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണോ? അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? മനുഷ്യരെ ആലോചിച്ചു നോക്കൂ. എനിക്ക് സമയക്കുറവുണ്ട്, പക്ഷെ ഗൗരവമായി ഇതൊരു 2-3 മണിക്കൂർ നിന്ന് പെയ്തിറങ്ങേണ്ട വിഷയമാണ്. സുഹൃത്തുക്കളെ ആലോചിക്കൂ, എപ്പോഴാ ഐക്യണ്ടാവുക? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. മൂത്താപ്പാന്റെ മോൻ AP സുന്നിയാണ്, നല്ല എതിരാളിയാണ്, എന്ന് എതിർപ്പാണ്. ജ്യേഷ്ഠാനുജ മക്കൾ കൊമ്പ് കോർക്കുകയാണ്. പക്ഷേ മൂത്താപ്പാന്റെ മോൻ സൗദി പോയി, അവിടുന്ന് തൗഹീദ് കിട്ടി. മൊയ്തീൻ ശൈഖിനെ ഒരിക്കലും വിളിക്കരുത് എന്ന് മനസ്സിലാക്കി എയർപോർട്ടിൽ നിന്ന് ഓടി വന്ന് അതുവരെ തർക്കിച്ച ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകനെ കെട്ടിപ്പിടിച്ച് കണ്ണുനീർ വാർത്ത്, നിന്നെ ഞാൻ വെറുത്തിരുന്നു, നിന്നെ ഞാൻ എതിർത്തിരുന്നു, ഇന്ന് നമ്മൾ ഒറ്റക്കെട്ടാണ്, നീ പറഞ്ഞ ആദർശത്തിലേക്ക് ഞാൻ വന്നു. അതല്ലേ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായ ഐക്യം? അതല്ലേ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ? അതിന്റെ തുടർന്നുള്ള ബാക്കി ഭാഗം എന്താ? നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഖുർആൻ അവിടെ പറയുന്നത്, ആൽ ഇംറാനിലെ 103 പറയുന്നത് നിങ്ങൾ ശത്രുക്കളായിരുന്നു. 2 ആദർശത്തിന്റെ പേരിൽ, ഒരാദർശത്തിന്റെ പേരിൽ ശത്രുക്കൾ ഉണ്ടാവോ? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദഉ അലൽ കുഫർ റുഹമാഹു ബൈനഹും. ഖുർആന സൂറത്തു ഫത്ഹിലെ 29-ാമത്തെ വചന. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുഹമ്മദ് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും സത്യനിഷേധികളോട് ശിദ്ദത്തുള്ളവരാണ്, ആ സത്യനിഷേധികളോട് കടുത്ത നിലപാടുള്ളവരാണ്. റുഹമാഹു ബൈനഹും, അവർക്കിടയിൽ നല്ല കാരുണ്യമാണ്. അതൊരു ആദർശത്തിന്റെ പേരിൽ കിട്ടുന്നതാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ആദർശമില്ലാത്ത ഒരുത്തനിരുന്ന 10 മിനിറ്റിന്റെ ഉള്ളിൽ ഓൻ എണീച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കാത്തവരാരാ? ഒരേ ആദർശത്തിൽപ്പെട്ടവരാണെങ്കിലോ മറയില്ല, കറയില്ല ബന്ധത്തിന്. നേരെ മറിച്ച് ഇവിടെ നടക്കണ എന്താ? നിങ്ങൾ നോക്കൂ, നമ്മുടെ മർക്കസുദ്ദവ സ്ഥാനമായി പ്രവർത്തിക്കുന്നവർ, അതുപോലെ കേരള നദുവത്തുൽ മുജാഹിദിന്റെ ആളുകൾ ഒന്നാകുന്നു. ആ ഒന്നാകുന്ന ചർച്ച ഉണ്ടായപ്പോ എന്തേ ഉണ്ടായത്? എല്ലാരും ഒന്ന് ആലോചിച്ചേ. അലി മദനിയോട് ആ വിഭാഗത്തിന്റെ കൗൺസിലർമാർ ചോദിക്കുകയാണ്, നമ്മൾ സിഹ്ർ ശിർക്കാണെന്നാണല്ലോ പറഞ്ഞത്. ആ നമ്മുടെ KNM ഔദ്യോഗികമായ സംഘമാകട്ടെ നമ്മൾ പറയുന്നത് നേരെതിരാണ്. നമ്മൾ ശിർക്കാണെന്നാ പറയുന്നത്, അവർ ശിർക്കല്ല എന്നാ പറയുന്നത്. അങ്ങനെയുള്ളവരായിട്ടാണോ ഐക്യം എന്ന് ചോദിച്ചപ്പോ എന്താ പറയുന്നത്? സുഹൈൽ ഇബ്നു അംർ നബിയുമായിട്ട് ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ടിട്ടില്ലേ, അത് മുശ്രിക്കുകളുമായിട്ടല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ വളരെ നിങ്ങൾക്ക് മനസ്സിലാകാൻ, അസ്ഹർ അലിയുടെ അടുത്ത് അബ്ദുറഹ്മാൻ സലഫി പോയി, എല്ലാവർക്കും അറിയാലോ, ഐക്യത്തിന് വേണ്ടി. പക്ഷേ എൻ്റെ ബഹുമാനനായ ഗുരുനാഥനാണ് C. അബ്ദുള്ള മദനി. ഞാൻ ഇന്നലെ അദ്ദേഹം നടന്ന പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അദ്ദേഹത്തിന് അറിയാത്തോണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് അസ്ഹർ അലി അബ്ദുറഹ്മാൻ സലഫിനെ സമീപിച്ചു എന്നാണ്. ശരിയല്ല സുഹൃത്തുക്കളെ, ഇതിൽ ആര് പറയുന്ന ശരി? KNM പറയുന്നു, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫി അസ്ഹർ അലി സാഹിബിനെ കണ്ടതാണെന്ന് അവർ പറയുന്നു. അസ്ഹർ അലി സാഹിബ് അബ്ദുറഹ്മാൻ സലഫിനെ കണ്ടാണ് പറയുന്നത്. സത്യം പറയൂ. അല്ലാഹ് ഖുലിൽ ഹഖ്ക വഇൻ കാന മുറ, ഇത് റസൂലിനെ പഠിച്ചവരാ നമ്മള്. കയ്പാണെങ്കിലും സത്യം പറയും. ഇതിൽ ഏതാ ശരി? C. അബ്ദുള്ള മദനി പറയുന്നത് അബ്ദുറഹ്മാൻ സലഫിനെ അസ്ഹർ അലി വന്ന് കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കണേ നിങ്ങള്. ഷബാബിൽ എഴുതുന്നതോ അസ്ഹർ അലിയുടെ അടുത്തേക്ക് അബ്ദുറഹ്മാൻ സലഫി വന്നു. ഏതാ കൂട്ടരെ വിശ്വസിക്കേണ്ടത്? എന്തിനാണ് ആളുകളെ ചതിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല. ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. എന്തിനാ ഇത്? എന്തിന്റെ പേരിലായത്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരാൾ നിസ്കാരത്തിന്റെ കാര്യം വന്ന് ചോദിക്കാൻ, ഞങ്ങളൊരു തീരുമാനമുണ്ട്, 2 കൊല്ലത്തേക്ക് നിസ്കാരം പഠിപ്പിക്കൂല. അതാണോ മതം? അതാണോ മതം? അതാണോ മതം? ഒന്ന് ആലോചിച്ചു നോക്കി. എന്തൊരു ദയനീയമായ പതനമാണിത്. ഞാനിവിടെ പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞാലും സുഹൃത്തുക്കളെ മാനസികമായി ഐക്യപ്പെട്ടിട്ടില്ല. ഐക്യത്തിന്റെ മാത്രം മാണിക്കക്കല്ല് വീണ് കിട്ടിയ പോലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനസ്സെടുക്കണം, മനസ്സിലാണ്ടാവും. അതുകൊണ്ട് അല്ലാഹ് എന്ത് പറഞ്ഞറിയോ? ലോകത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങൾ ചെലവഴിച്ചാൽ അവരെ ഹൃദയത്തെ അടുപ്പിക്കാൻ കഴിയില്ല. ആദർശം കൊണ്ടല്ലാതെ അവരടുക്കൂല. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ ഇവിടെ ഫൈസൽക്ക പറഞ്ഞു, അതായത് പത്രസമ്മേളനത്തിൽ TP അബ്ദുൽ ഖയ്യൂം മദനിയോട് പത്രക്കാർ ചോദിക്കുന്നു, സാർ സീറിന്റെ വിഷയത്തിൽ നിങ്ങളെതിരെ അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഒരു തീരുമാനമായോ? ന്യായമാണ്, ആ വിഷയമാണ് എല്ലായിടത്തിലും ചർച്ച ആയത്. അപ്പൊ ചോദിച്ചോ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കണ്ട, ഞങ്ങൾ ഐക്യപ്പെട്ടു എന്ന് മാത്രം നിങ്ങൾ അറിയുക. കടപ്പുറത്ത് ഞങ്ങൾ പറയും. സത്യമാണ്, എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ വീടിന്റെ പരിസരത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ എന്താണ് 14 കൊല്ലം പിണങ്ങിയത്, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇണങ്ങുന്നത്? 14 കൊല്ലം പിണങ്ങാൻ എന്താണോ കാരണം? സുഹൃത്തുക്കളെ, ആ കാരണം ഇല്ലാതാകാതെ നന്നാവോ?
ഞാനത് വേറൊരു രൂപത്തിൽ നിങ്ങളോട് ചോദിക്കാം. ഒരു ഭാര്യയും ഭർത്താവും മുറുകിയ തെറ്റുണ്ടായി, അവർ അങ്ങേയറ്റ അടിച്ചു പിരിഞ്ഞു രണ്ട് വീട്ടിൽ നിൽക്കുകയാണ്. അതിന് ഭർത്താവ് പറയുന്ന കാര്യം, ഞാനില്ലാത്ത സമയത്ത് ഓക്ക് ചില തോന്നിയാസങ്ങളുണ്ട് എന്നാണ് ആരോപിക്കണം വളരെ ഗുരുതരമായി. ആ തോന്നിയാസം അയാൾക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ അവളെ ഒഴിവാക്കി. പിന്നെ ഈ വലിയ ശത്രുതയിൽ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു 2 വീലർ കെട്ടിപ്പിടിച്ച് അങ്ങാടി കൂടെ വന്നപ്പോൾ സുഹൃത്തുക്കൾ കൈയാണിച്ച് നിർത്തി, അല്ല കുഞ്ഞുമോനെ, ഇവളെ ഒഴിവാക്കി, എന്തെല്ലാം ഇവളെ പറ്റി പറഞ്ഞ്, ഇപ്പം നിങ്ങൾ ഒന്നായോ? ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചോ? നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന നീ പറഞ്ഞിരുന്ന പ്രശ്നമൊക്കെ അവളെ തിരുത്തി നന്നാകാൻ തയ്യാറായോ? ഇനി ഒരിക്കലും ഓളെ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണോ നീ ഓളെ തിരിച്ചെടുത്ത്? അപ്പൊ പറയാണെന്ത്, ഓളെ തെറ്റിൽ തുടരും എന്ന കണ്ടീഷനിൽ ലോകത്ത് വലിയ തീവ്രവാദമൊക്കെ വരുമ്പോൾ ഞങ്ങളൊന്ന് ഒന്നായതാ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, എനിക്ക് മനസ്സിലാവുള്ള സുഹൃത്തുക്കളെ, എന്ത് പറ്റിപ്പോയി ഈ ഉൽപ്പതിഷ്ണു AP അബ്ദുൽ ഖാദർ മൗലവി പറയല്, ഒരു മിനിമം ആവറേജ് ബുദ്ധിയുടെ മേലുള്ളവനാ മുജാഹിദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു 100 കൊല്ലത്തിന്റെ മുജാഹിദ് ചരിത്രത്തിൽ 10-12 കൊല്ലം തൗഹീദ് ആണോ അല്ലേ എന്നൊരു അവ്യക്തത മുജാഹിദ് നേതൃത്വത്തിന് ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതൽ അതുപോലെയുള്ള മഹാപണ്ഡിതന്മാർ KM മൗലവി മുതൽ ഉമർ മൗലവി ഉൾപ്പെടെയുള്ള കുഞ്ഞീദ് മദനി ഉൾപ്പെടെയുള്ള KP മുഹമ്മദ് മൗലവി ഉൾപ്പെടെയുള്ള NP അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെയുള്ള ഈ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് 5 കൊല്ലം തൗഹീദ് മനസ്സിലാക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണം, അതായത് യാ ഇബാദല്ലാ എന്നതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞ് മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അബ്ദുറഹ്മാൻ സലഫി മറുപടി പറഞ്ഞു, അനസ് മറുപടി പറഞ്ഞു, അതുപോലെ ഹനീഫ് കായക്കൊടി മറുപടി പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോ മർക്കസുദ്ദവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരോട് KNM-ന്റെ ഈ ആളുകൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അപ്പൊ അത്രയും കാലം അനസ് മൗലവിയുടെ പ്രസംഗം കേട്ട ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അനസ് മൗലവി ഇത് തിരുത്തി പറയുന്നു. ആ അനസ് മൗലവി അടുത്ത ആഴ്ച വേറൊന്ന് പറയുന്നു. അതുവരെ അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന് CD ആളുകൾ വിട്ടിട്ടുണ്ട്, അത് തിരിച്ചെടുക്കുന്നു. സാമ്പത്തിക നഷ്ടം. വീണ്ടും അടുത്ത ആഴ്ച അദ്ദേഹം തിരിച്ചു പറയുന്നു. ലോകത്താരെങ്കിലും സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ആളുകളെ വിശ്വസിക്കുവോ? സ്ഥിരതയില്ലാത്ത, സ്ഥൈര്യമില്ലാത്ത, ഇസ്തിഖാമത്തില്ലാത്ത. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇന്നൊരു കാര്യം പറയാം, എന്നിട്ട് അത് ലോകം മുഴുവനും കേൾക്കുക, അത് ക്ലിപ്പായി വരിക, അതിൽ ഞാൻ ആണയിട്ട് പറയാം, ജിന്ന് ഭൗതികമാണ് എന്ന്. ജിന്ന് എന്ത് ചെയ്താലും, അൻസുലയുടെ പ്രയോഗമാണ്, എന്ത് ചെയ്താലും. അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രയോഗം എന്താ? അത് ശിർക്കില്ല, ഇല്ല, ഇല്ല. യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇതൊക്കെ കേട്ട് ഇതൊക്കെ ക്ലിപ്പിംഗ് ഇട്ടും മറുപടി പറഞ്ഞ നാം തൊട്ടടുത്ത ആഴ്ച പകച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പണ്ഡിതന്മാരുടെ ഈ ക്ലിപ്പ് ഇനി പ്രയോജനപ്പെടില്ലല്ലോ, അവർ പുതിയത് പറയുന്നല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് വീണ്ടും പുതിയത് പറയുന്നു. ഈ ഒരവസ്ഥ എന്ത് ന്യായീകരണത്തിന്റെ പരിധിയിലാ പെടുക? ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആളുകളെ ഇനി വിശ്വസിക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? ഇപ്പൊ അഹമ്മദ് അനസ് മൗലവിയുടെയോ ഹനീഫ് കായക്കുടെയോ അബ്ദുറഹ്മാൻ സലഫിന്റെ ഒരു പ്രസംഗം കേൾക്കാൻ പോയി, അടുത്ത ആഴ്ച സുബ്ഹാനല്ലാഹ് ഇയാൾ എന്താ മാറ്റി പറയാ, അതുകൊണ്ട് ഞാൻ ഇയാളെ കൂടല്ല എന്നൊരാൾ തീരുമാനിച്ചാൽ ഇങ്ങനൊരവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ? 5 കൊല്ലം തൗഹീദാണെന്ന് പറയാം, 5 കൊല്ലം കഴിഞ്ഞിട്ട് അത് ഷിർക്കാണെന്ന് പറയാം, പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് രണ്ടും അല്ലാത്ത വേറൊന്ന് പറയാം. സുഹൃത്തുക്കളെ, സത്യമല്ലേ? മുജാഹിദ് ബാലുശ്ശേരി എന്ന് എന്റെ പേരോ ഫൈസൽ മൗലവിയോ CP സലീമോ ആരോ ആവട്ടെ, അവരോടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വെറുപ്പുണ്ടാവും. അതൊക്കെ മറന്നിട്ട് ഈ ന്യായമായ ചോദ്യം, എന്തൊക്കെ കാര്യത്തിൽ അബദ്ധമുണ്ട് അറിയുങ്ങള്? ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കാര്യം കാണിച്ചു അബ്ബാരം. നിങ്ങൾ നോക്കേ, ഈ ഷബാബ് ഐക്യപ്പെരുന്നാൾ ഏറ്റവും ലേറ്റസ്റ്റ് ഷബാബാണ്. ഈ ഷബാബിൽ സലാഹുദ്ദീൻ മദനിയുടെ ലേഖനം, ആ ലേഖനത്തിന്റെ ആദ്യ ഭാഗം തന്നെ എന്താ? ഇതൊന്നൊരു കളവല്ല, ആർക്കും പരിശോധിക്കാമല്ലോ. ആദർശ വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് 14 വർഷങ്ങൾക്ക് ശേഷം മുജാഹിദ് പ്രസ്ഥാനം ഐക്യപ്പെടുമ്പോൾ നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പ് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് ആഹ്ലാദജനകമായ വാർത്തയാണ്. എന്താ സലാഹുദ്ദീൻ മദനി പറയുന്നത്? സലാഹുദ്ദീൻ മദനി എന്താ അവരുടെ KNM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ അടുത്തുവരെ. ആദർശ വിഷയങ്ങളിൽ ചർച്ചയിലൂടെ പരിഹരിച്ച്, അപ്പൊ ആദർശ വിഷയത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വന്നു, അത് ചർച്ച ചെയ്തു എന്ന് വന്നു. എങ്കിൽ ആ ആദർശ വിഷയം പറയണ്ടേ? ആ ആദർശ വിഷയം ശരിക്കും കടപ്പുറത്ത് നടക്കേണ്ടത് എന്തായിരുന്നു? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ. അബ്ദുസ്സലാം സുല്ലമിയാണ് ഈ ഇരിക്കുന്നത്, അലി മദനിയാണ് ഈ ഇരിക്കുന്നത്, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലാണ് ഈ ഇരിക്കുന്നത്. അവരിതാ സുഹൃത്തുക്കളെ, അവർക്ക് സംഭവിച്ച മുഴുവൻ അബദ്ധങ്ങളും തിരുത്തി ഞങ്ങൾ ഒറ്റക്കെട്ടായി. C. അബ്ദുള്ള മദനിയുടെ എനിക്ക് ഏറെ ഇഷ്ടമാണ്, ഞാൻ അദ്ദേഹത്തുമായുള്ള സൗഹൃദ ബന്ധം നല്ലോണം നിലനിർത്തുന്നു. ഇതൊരു ആദർശ വിഷയമായിട്ടാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞെന്തറിയോ? ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ വന്ന് ചർച്ച ചെയ്ത് എല്ലാവരും സമ്മതിച്ചതാണ്, എല്ലാം തീരുമാനിച്ചതാണ്, അതുകൊണ്ട് നമുക്കിടയിൽ പ്രശ്നമില്ല.
ഇങ്ങനെ വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ സൂറത്ത് ബഖറയിലെ 42-ാമത്തെ വചനമാണ്. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ച് സുഹൃത്തുക്കളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കരുത്. മഹാ അപകടമാണ്. അത് പടച്ചോന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മൾ ഹക്കിനെ മൂടി വെക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, ഇവിടെ തന്നെ ഈ സദസ്സ് കഴിഞ്ഞിട്ട് നാളെ ഐക്യപ്പെട്ട ആളുകൾ ഇരുന്നിട്ട് നമ്മൾ ഓരോരുത്തരോടും ഒന്ന് അന്വേഷിച്ചു നോക്കൂ. നിങ്ങളുടെ ഓരോരുത്തരുടെ വാദം മാറിയോ, ഒറ്റക്കെട്ടായോ? ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതാണ് നമ്മുടെ വിഷയം. ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് സമയമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന പ്രബോധനം വാരികയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വാരികയിൽ മുജീബ് റഹ്മാൻ കിനാലൂർ ലേഖനം എഴുതുന്നു. എന്തുമാത്രം അപകടമുണ്ട് പലപ്പോഴും. കാരണം ചേകന്നൂർ മൗലവിയെ പ്രൊമോട്ട് ചെയ്യുന്നു മുജീബ് റഹ്മാൻ കിനാലൂർ. ചേകന്നൂർ മൗലവിനോടാണ് മൂപ്പർക്ക് ബന്ധം. ചേകന്നൂർ മൗലവി നവോത്ഥാന നായകനാണെന്ന് മാത്രമല്ല, ചേകന്നൂർ മൗലവിയെ നവോത്ഥാന നായകനായി അംഗീകരിക്കാത്തതാണ് മുജാഹിദുകളുടെ കുഴപ്പം എന്നുവരെ മുജീബ് റഹ്മാൻ കിനാലൂർ കാര്യങ്ങൾ എഴുതി വെക്കുന്നു. ഏറ്റവും അപകടകരമായ, നമ്മൾ നോക്കണം, ശരിക്ക് ചിന്തിക്കണം. ചേകന്നൂർ മൗലവിക്ക് സർവമത സത്യവാദം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരനായ മുജാഹിദുകളോട് സർവമത സത്യവാദം, എല്ലാ മതവും ശരിയാണ്, എല്ലാം സ്വർഗത്തിലേക്കാണ്, എല്ലാം സ്വർഗത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതോ, ഖുർആനിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥൻ അവതരിപ്പിച്ച ദൈവിക മതമേ അള്ളാന്റെ അടുത്ത് സ്വീകാര്യമുള്ളൂ എന്നാ. മാത്രമല്ല സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചനത്തിൽ പറയുന്നെന്താ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബൽ. ഖുർആൻ പറയാണ്, ഇതാകുന്നു എന്റെ നേരെ ചൊവ്വായ മാർഗം. ഹനീഫ് കായക്കൊടിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ഗൗരവമായ ഒരു ഹദീസ് ഉദ്ധരിച്ച് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിൽ ഒരു വര വരച്ചു, നീളെ ഒരു വര വരച്ചു, പിന്നെ വലത്തോട്ട് ഇടത്തോട്ടും വരകൾ വരച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഈ ഒരൊറ്റ വരയിലൂടെ സഞ്ചരിച്ചാലേ സ്വർഗത്തിലെത്തൂ. വലത്തോട്ടുള്ള വഴി കയറരുത്, ഇടത്തോട്ടുള്ള വഴി കയറരുത്, ഈ ഒരൊറ്റ വരി പാതയിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ആ പാത, അതാണ് ശരിക്കുള്ള വിജയത്തിന്റെ പാത. എന്നാൽ മുജീബ് റഹ്മാൻ കിനാലൂർ പ്രബോധനത്തിൽ എഴുതുന്നത് സ്വർഗത്തിലേക്ക് ഒറ്റ വരി പാതയാണെന്ന മൗഢ്യം തിരുത്തുമ്പോൾ ഐക്യമുണ്ടാകും. സ്വർഗത്തിലേക്കുള്ള വഴി ഒറ്റ വഴിയാണ് എന്ന് ഖുർആൻ പറയുന്നു, അത് മൗഢ്യമാണ്. ഖുർആനിനെതിര് പറയുന്നു നമ്മുടെ മുജീബ് റഹ്മാൻ കിനാലൂർ, ഹദീസിന് എതിര് പറയുന്നു മുജീബ് റഹ്മാൻ കിനാലൂർ. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ മാ അന അലൈഹിൽ യൗമ വസ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ജീവിച്ചതുപോലെ ആ ഒറ്റയടി പാതയിലൂടെ പോയാലേ. എത്രത്തോളം അറിയോ, നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ചിലത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതായത് വളരെ ഗൗരവമായി ഇതിൽ ഓരോ ഒറ്റ വരിപ്പാത, ഒറ്റക്കല്ലിലാണ് ഇസ്ലാം എന്ന ധാരണ ഉണ്ടാകരുത്. ഒറ്റ വരിപ്പാതയിലൂടെ പോയാലേ, ഏത് വഴിയിലൂടെ പോയാലും സ്വർഗത്തിലെത്തും എന്ന് പല മതവിശ്വാസികളും പ്രചരിപ്പിക്കുന്ന. എല്ലാ നദികളും ഒഴുകി കടലിലേക്കാണ്, കടലിലേക്ക് എല്ലാ നദികളും വ്യത്യസ്ത വഴി ഒഴുകിയെത്തും. നേരെ മറിച്ച് ഒറ്റ വഴിയേ സ്വർഗത്തിലേക്കുള്ളൂ എന്ന വാദം മൗഢ്യമാണ്. ഖുർആനിന്റെ ഖണ്ഡനം, ഹദീസിന്റെ ഖണ്ഡനം, ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർവിക പണ്ഡിതന്മാരുടെ കൃത്യമായ മതപഠനത്തിന്റെ ഖണ്ഡനം, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഐക്യപ്പെട്ടതിനു ശേഷം എഴുതിയ ലേഖനമാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 23-ന്റെ പ്രബോധനമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയമായി സൂചിപ്പിക്കാനുണ്ട്. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഗൗരവമായി ചരിത്രത്തിലൊരു സംഭവം ഉദ്ധരിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ മരിച്ചിട്ട് അയാളെ മയ്യത്ത് നിസ്കരിച്ചാൽ, അങ്ങനെ ഖബറിൽ കൊണ്ടുപോയാൽ അയാൾക്ക് 2 ഖീറാത്ത് കൂലിയുണ്ട്, 2 ഉഹുദ് മലയോളം കൂലിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അത് കേട്ടിട്ടില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം അതിനെ കണ്ടു. എന്നിട്ട് അബൂ ഹുറൈറ പറയുന്നതിനോട് നീരസം പുലർത്തി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് സ്വീകാര്യമാണ്. അബൂ ഹുറൈറ പറഞ്ഞത് തെറ്റല്ല. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞത് എന്താണെന്നറിയോ? എത്ര പുണ്യങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. ഒരു കാര്യം ബോധ്യപ്പെട്ടില്ല, പക്ഷെ തെളിവ് കിട്ടിയാലോ ആ തെളിവനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഇതാണ് നമ്മുടെ നിലപാട്. തെളിവനുസരിച്ച് ഒന്നാകുമ്പോഴേ നമുക്കൊന്നാകാൻ കഴിയൂ. ജീവിതത്തിൽ ആദർശപരമായി ഒന്നായാലേ നമുക്കൊന്നാകാൻ കഴിയൂ. തറക്തു ഫീക്കും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി.
ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴേ സ്വർഗത്തിലെത്തൂ. ഒരു വചനം കൂടി പറഞ്ഞുകൊള്ളട്ടെ. അൻസാർ നന്മണ്ട എന്റെ പ്രിയ സുഹൃത്താണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, അല്ലാഹു തആല സഹായിക്കുന്നത് പോലെ ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ? ഈ കൂട്ടർ പറയുന്നത് അതല്ലേ? എന്റെ പ്രിയപ്പെട്ട അനുജൻ അൻസാറിനോട് ഈ വിഷയം താങ്കൾ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. താങ്കൾ പഠിക്കണം. ഇത് ഖവാരിജിയത്തല്ല, ഇത് ജൂതന്മാരുടെ പാരമ്പര്യമല്ല. അതും താങ്കളുടെ പ്രസംഗത്തിലെ പരാമർശമാണ്. അല്ലാഹു തആലക്ക് കഴിയുന്നത് ജിന്നിന് കഴിയുമെന്ന് നമ്മൾ വാദിച്ചിട്ടില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ വിശ്വാസത്തോടെ പ്രചരിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ വിഷയത്തിന്റെ ചർച്ച ശ്രദ്ധിക്കണമെന്ന് കൂടി വളർന്നു വരുന്ന ഒരു നല്ല പ്രബോധകൻ എന്ന നിലയിൽ, പലരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രബോധകൻ എന്ന നിലയിൽ നമ്മുടെ വാക്കിൽ നീതി പാലിക്കണമെന്നും വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം. ഒരു വിഭാഗത്തോട് നമുക്ക് ഈർഷ്യതയില്ല. മരിച്ചു പിരിയുമ്പോൾ രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം. അവിടെ രക്ഷപ്പെടാൻ ആദർശം വേണം. ആദർശമില്ലാതെ അവിടെ രക്ഷപ്പെടില്ല. നിസ്സാരമായി എന്ന് നമ്മൾ കരുതുന്ന കാര്യം വരെ, ഒരു കടുകുമണിയോളമുള്ള കാര്യം വരെ അവിടെ ചോദ്യം ചെയ്യപ്പെടും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിം മിൻഹും യൗമൈദിൻ ശൈഉൻ യുഗ്നി. അന്ന് കൂട്ടുകാരനെ നോക്കാത്ത ദിവസമാണ്, ബാപ്പാനെ നോക്കാത്ത ദിവസമാണ്, ഉമ്മാനെ നോക്കാത്ത ദിവസമാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. അല്ലാഹുവാണ് ഞങ്ങൾ റബ്ബെന്ന് പ്രഖ്യാപിക്കുകയും ഇസ്തിഖാമത്തോട് കൂടി തുടരുകയും ഓരോ ആഴ്ചയിൽ ഓരോ ആദർശം, അടുത്ത ആഴ്ച വേറൊരു ആദർശം, അടുത്ത ആഴ്ച വേറൊരു ആദർശം. ഈ സ്ഥിരതയില്ലായ്മ മുഅ്മിനുകൾക്ക് ചേർന്നതല്ല, വിശ്വാസികൾക്ക് ചേർന്നതല്ല, പൂർവകാല സൂരികളുടെ പാരമ്പര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുക. പഠിക്കുന്ന 1000 വേദികൾ ഇനിയുണ്ട്. നമുക്ക് പഠിക്കാം, നമുക്കൊന്നാകാം, അറിയാം, അന്വേഷിക്കാം. നമ്മളെ മുജാഹിദുകളെ സമസ്തയിൽ നിന്ന് വ്യത്യസ്തമാക്കിയ ഘടകമെന്ത് എന്ന് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഈ ഒരു ആദർശ വിശദീകരണ സമ്മേളനത്തിന് ഒരുപാട് എഫേർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അനവധി ആളുകളുടെ മത്സരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രദേശത്ത് ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നും പഠിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയമായി നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ടെന്നും തുടർന്ന നാളുകളിൽ അതുണ്ടാകുമെന്നും ആരോടും ശത്രുതയില്ല, ആരോടും വിരോധമില്ല. ഈ കാര്യം ഹക്കായി ബോധ്യപ്പെടുന്ന ഒരു ലോകത്ത് ആളുകളോട്, സത്യത്തിന്റെ ആളുകളോട് മാറി നിൽക്കാൻ, അസത്യത്തിന്റെ ആളുകളോട് നരകത്തിലേക്ക് പോകാൻ പറയുന്ന ആ രംഗമോർത്ത് സത്യത്തിന്റെ കൂടെ ഉണ്ടാകണം. പരസ്പരം സ്നേഹിച്ചവരെല്ലാം യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ ഉണ്ടാകണം എന്ന ആഗ്രഹമാണ് ഈ സമ്മേളനങ്ങളുടെ എല്ലാം ആത്മാവ്. അല്ലാഹുവേ, ഇതിന്റെ ഉദ്ദേശം നിനക്കറിയാം. അല്ലാഹുവേ, ഞങ്ങളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള പോരായ്മയുണ്ടെങ്കിൽ അത് നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഈ മഹല്ലിൽ ഒരുപാട് ആളുകൾ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ തൊട്ടടുത്ത മഹല്ലുകളിലും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തുടർച്ചയായി അവരുടെ ഖബർ നീ വിശാലമാക്കി നൽകണമേ. അല്ലാ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നീ രോഗം ശിഫ നൽകണമേ. അല്ലാ, സാമ്പത്തികമായ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് നീ പ്രാരാബ്ദങ്ങൾ ദൂരീകരിച്ച് കൊടുക്കണേ. അല്ലാഹുവേ, ആശയത്തിന്റെ കൃത്യത അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരോട് ഞങ്ങൾക്ക് സ്നേഹവും ബന്ധവുമുണ്ട് എന്ന് നിനക്കറിയാം. അവരുടെ നന്മയല്ലാതെ ഇതിൽ ഞങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇഖ്ലാസ് അനുസരിച്ച് കൂലി നൽകുന്നവനാണല്ലോ നാഥ. നീ ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ ഞങ്ങളോട് സ്നേഹവും മലിവും ഉണ്ടാക്കണേ. ഞങ്ങളുടെ ഇഖ്ലാസിനെ അവർ തിരിച്ചറിയണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ സത്യമുണ്ടെന്ന തിരിച്ചവർക്കുണ്ടാകണമേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം ഏകത്വത്തിൽ ഒന്നിപ്പിക്കണമേ. അല്ലാഹുവേ, നിന്റെ ഹക്കിൽ ഞങ്ങൾ ഒന്നിപ്പിക്കണമേ. ഞങ്ങൾക്കിടയിൽ നീ ഐക്യവും സമാധാനവും ആത്യന്തികമായ ഐക്യത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك.
اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.